വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നെസ്സി ഫുള്ള് മേക്കപ്പ് സെക്ഷനിലാണ് ഉള്ളത്. രാത്രി ഫുള്ള് ഫോൺ നോക്കിയത്. ഇവിടെ വൈഫൈ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം ഫോൺ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ഒരു യാത്രക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. പോകുന്നത് എടുക്കാന്ന് വഴിയേ അറിയാം. അത് നെസ്സി ഒരു ചിരി കളച്ചിരി. നെയിൽ മോന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയായി. ഞാൻ രാവിലെ എണീറ്റ് റെഡിയായി. ഇപ്പോൾ ഓള് റെഡി ആകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നുള്ളത്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. കൊച്ചി ഒരു കൊച്ചി തന്നെയാണ്. ഭയങ്കര രസമാണ്. നല്ല ഉണ്ട് കൊച്ചി. ഇന്നലെ 2 മണിക്ക് എടുക്കുന്ന കൊച്ചിയിലെല്ലാരും 2 മണിക്ക് എന്റെ വണ്ടി പോയിക്കൊണ്ടുവന്നുണ്ടായി. യോർക്ക് പണി വിൻഡോയിലോ കൂടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നെസ്സിക്ക് വലിയൊരു ആഗ്രഹം സെറ്റിൽഡ് ആണെങ്കിൽ ഇവിടെ തന്നെയാണോ? പക്ഷേ എപ്പോഴും ലുലുക്കല് പോണം. ഓളെ മെയിൻ ഇതെന്താ ലുലുലെല്ലാ ദിവസവും പോണം. ഡ്രസ് ഇട്ട് റെഡിയാണ്. അപ്പൊ ഗൈസ് നമ്മ മെട്രോയിലൊക്കെ നടന്ന് പോവുകയാണ്. ഭയങ്കര സൗണ്ട് വണ്ടിയിലൊക്കെ. നെസ്സിനേല് മുമ്പിൽ നടക്കുന്നുണ്ട്. തിരക്ക് കൂടി. നമ്മുടെ റൂമിൽ കുറച്ച് മുമ്പിലേക്ക് നടക്കുമ്പോൾ ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ ലുലു ഓപ്പൺ ആവുന്നുള്ളൂ. നമ്മൾ രാവിലെ പോകുന്നത്. നമ്മുടെ ലക്ഷ്യം പിന്നെ എടപ്പള്ളി മെട്രോ ആണ്. എടപ്പള്ളി മെട്രോയിലേക്ക് എത്തി. എടപ്പള്ളി മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് നമ്മൾ ആലുവ വരെ മെട്രോയിൽ പോകും. ആലുവന്ന് KSRTC ബസ്സിൽ കോതമംഗലം പോകണം. കോതമംഗലാണ് നമ്മുടെ സാധനം ഉള്ളത്. അപ്പോൾ മെട്രോ ടിക്കറ്റ് നെസ്സി എടുത്ത് 3 ടിക്കറ്റ് എടുത്ത് നമുക്ക് നെയിലും നെസ്സിക്കും. അങ്ങനെ നെസ്സി മെട്രോയിൽ ടിക്കറ്റ് കാണിച്ച് ഓപ്പൺ ആക്കിയിട്ട് അകത്ത് കയറി. നെയിലും എന്താക്കുമെന്ന് അറിയില്ല. നെയിലും കയറി. ഞാനും മെട്രോക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ മെട്രോ അവിടെ മുകളിൽ 10 മിനിറ്റിൽ വന്നുകൊണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മുകളിലേക്ക് പോകണം. ഫസ്റ്റ് ഫ്ലോറിൽ എന്തോന്നു മെട്രോ എസ്കലേറ്റർ വഴി മെട്രോയിലേക്ക് കയറുന്നുണ്ട്. നെസ്സിനയിൽ എസ്കലേറ്ററിൽ കയറി എസ്കലേറ്റർ വഴി മുകളിലേക്ക് എത്തണം. പിന്നെ നമുക്ക് മെട്രോ നമ്മളിപ്പോൾ കോതമംഗലം പോകാൻ വേണ്ടിയിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. KSRTCയിലുള്ള യാത്രയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സർപ്രൈസ് സാധനമായിട്ട് ആൾ വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു. ഞാൻ കൊടുക്കൂല. സർപ്രൈസ് സാധനം ഞാൻ പറഞ്ഞോണ്ടാണ് അറിഞ്ഞത്. ഇപ്പൊ ഞാൻ തരില്ല. അപ്പോൾ ഞങ്ങൾ അയാളെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ മെട്രോയിൽ എടപ്പള്ളി ഇറക്കിയിട്ട് അപ്പോൾ അതിൽ ലുലുവിൽ കയറാൻ വേണ്ടിയിട്ട് ഇവർ ലുലുവിൽ കയറി. ലുലുവിൽ ഭയങ്കര തിരക്കാണ്. ലുലുവിൽ കയറിയിട്ട് ഇവരിങ്ങനെ നടന്ന് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ വിചാരിക്കും. ഇവർക്ക് ഫുഡ് ഐറ്റംസ് എന്തൊക്കെ വേണമെന്നെല്ലാം പറയുന്നുണ്ട്. എന്ത് നോക്കുന്നത്? ഇവരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവർക്ക് ചുറ്റും കാഴ്ചകൾ കണ്ടിട്ട് ഫുഡ് ഐറ്റം സെക്ഷനിലൊക്കെ എത്തി. ഒരുപാട് കേക്ക് ഐറ്റംസ് ഉണ്ട്. കുറേ കേക്ക് ഉണ്ട്. നമുക്കൊരു കേക്കാണ് കാണുമോ? കേക്ക് അതത്ര ഫുഡിൻ്റെ മഹോത്സവം. എന്തിന് ചെറിയ കേക്കല്ലേ അയടുത്തൊക്കെ സെറ്റാണ്. സർപ്രൈസ് ആക്കാൻ കേക്ക് കൊണ്ട് പപ്പക്കൊണ്ട് സ്വന്തനുണ്ട്. ഞങ്ങൾ മുറിച്ച് തിന്നാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് സമാധാനമില്ല. ഞാൻ കേക്ക് വേണം പറഞ്ഞ് എത്ര കൂക്കിയത്. അപ്പൊ അതിനും വേണ്ടിട്ട് കേക്ക് വളരെ നല്ലയില്ലേ? ഇതൊക്കെ എന്തായിരിക്കും
വേണ്ട ശരിയുണ്ടോ എന്തായിരിക്കും? ഉമ്മ ചെയ്യും ഉമ്മാന്റെ എക്സ്പെക്ടേഷൻ എന്ത് താങ്ക് യു. താങ്ക് യു എക്സ്പെക്ടേഷൻ പറ ഫസ്റ്റ് ഭയങ്കര വെയിറ്റ് ഉണ്ട് സാധനം. കല്ല് പെർഫ്യൂം ഞങ്ങൾ കല്ല് വെച്ച എന്ത് പെർഫ്യൂം ആയിരിക്കും. സർപ്രൈസ് പൊട്ടിക്കുമല്ല എനിക്കറിയോ? അത് പിന്നെ അറിയാത്ത അപ്പൊ ഒരാളോടും ചെല്ലാത്ത ഒരു സർപ്രൈസ് ആക്കാറില്ല. ഇതുവരെ പറയാതെ ഒരു സംഭവം ഉമ്മാട് പറയാത്ത ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ആണ് ഇത് മുറിക്കായില്ല. ഞാൻ ക്യാമറ 15 ആനിവേഴ്സറി ചെറിയ പ്രമാണിച്ചുള്ള സെലിബ്രേഷൻ ആണ്. എന്തൊരു ക്യൂട്ടാണ് ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഇങ്ങനെ മിസ്സാണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടോ. ഹാപ്പി ആനിവേഴ്സറി ബോത്ത് ഓഫ്. അപ്പൊ പപ്പാനെ മിസ്സാണ് ഗൈസ്. അപ്പൊ ഇതെന്തായാലും ഇത്രല്ല ഇതാക്കിയ രജിക്ക് ഫസ്റ്റ് കൊടുക്കാൻ രജി എന്റെ ലൈഫ് പാർട്ട്ണർക്ക്. പിന്നെ അതൊന്നും സല്ലടേന് പായ വന്ന് തീരെ കക്കുന്നുണ്ട്. സൂപ്പർ സൂപ്പർ കേക്ക്. അതാ അടിപൊളി. മധുരം സൂപ്പർ സൂപ്പർ കേക്ക്. അടിപൊളി കേക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഇതാ സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് പറഞ്ഞോണ്ടായ നമുക്ക് താങ്ക് യു. എനിക്ക് സർപ്രൈസ് തന്നെ എന്റെ മോന് ഇത് പറ എക്സ്പെക്ടേഷൻ പറ. പെർഫ്യൂം ആയിരിക്കും. നല്ല വെയിറ്റ് ഉണ്ട് പെർഫ്യൂം. പിന്നെ ഇഷ്ടപ്പെട്ടത് പെർഫ്യൂമാ. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ടൊരു ഇഷ്ടമില്ല. ഇതെന്തായാലും ഉമ്മക്ക് അറിയല്ലേ നെയ്ലു അറിയുന്നാണ് വിചാരിക്കുന്ന. പൊട്ടിക്കണ പൊട്ടിക്കാം. സത്യം പറയട്ടെ ഉമ്മാനാട് എക്സൈറ്റ് അങ്ങനത്തെ അത് അറിഞ്ഞിട്ട് അത് ഏതെന്ന് അറിയാത്തത്. സർപ്രൈസ് അത് കുത്തവാ നീടാ. അതെന്ത് സർപ്രൈസ്? അറിഞ്ഞിട്ടത് ഏതെന്ന് അറിയാത്ത ഒരു സർപ്രൈസ് ആണ്. എന്ത് പറയുന്നത്? ഇത് ഞങ്ങൾക്ക് തന്നാളെന്തൊക്കെയാണ് ഒരു തരുന്ന വീഡിയോ എടുക്കാൻ നെസിക്ക് കൊടുക്കുന്നതെന്ന് മോക്ക് കൊടുക്കാൻ. പക്ഷെ ഒരു വീഡിയോ എടുക്കാൻ താല്പര്യമില്ലാത്ത നമ്മ പിന്നെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ വീഡിയോ എടുത്തില്ല. ഇതെന്ത് പെർഫ്യൂമിന്റെ പാക്ക്? ഇതെന്ത്? എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ എനിക്ക് പെർഫ്യൂമാണ് ഇഷ്ടം. ചാവി ചാവില്ല. ഇതെന്തിനു പൊട്ടിക്കും? ഇപ്പൊ പൊട്ടിക്കാനൊരു ഇതില്ല. സാധനം ഇല്ല. ഇവിടെ നമുക്ക് നേരെ പൊരിക്കനോണ്ടിന് ഓക്കെ.
എക്സ്പെക്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായി അതും പറഞ്ഞത് നെയില് 14 Pro Max. അതെന്താ ഇപ്പല്ല കൊറേ മുമ്പേ പപ്പ എക്സ്പെക്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ടേ അപ്പൊ അത് ഞങ്ങൾ മുമ്പേ എക്സ്പെക്ട് ചെയ്തു രണ്ടാളെ സമ്മാനം പോയി പറ രണ്ടാൾക്കുള്ള സമ്മാനം പോയി എന്നാണ് പപ്പ പറയുന്നത് ഇല്ല ഞാൻ 50 Pro ഞങ്ങൾക്ക് വേണം സമ്മാനം ഒരിക്കലും വിചാരിച്ചില്ല പപ്പ ഇന്നലെ എത്ര GB 256 GB അല്ല 256 GB ഉണ്ട് അല്ല നെസിദയിലൊന്ന് വിചാരിച്ചില്ല ഞാൻ 15 Pro ആണ് മാക്സിലോട്ട് പറയണ്ടേന്ന് അറിയില്ല സത്യം ഫസ്റ്റ് ആ മൊമെന്റിൽ പപ്പ വിളിക്കാൻ മറന്നുപോയി ഗൈസ് ഐ ലവ് യു സോ മച്ച് കേക്ക് മധുരമാണ് നല്ല രസമുണ്ട് കേക്ക് സൂപ്പർ എന്ത് പറയണ്ട സന്തോഷം കൊണ്ട് പൊട്ടിക്കുമ്പോ പാപ്പീസ് ഫുൾ എക്സൈറ്റ്മെന്റിലുള്ളത് അപ്പൊ അതിനെ ഓപ്പൺ ആക്കാൻ പോകുന്നത് ഞങ്ങൾ ഇവിടുത്തോളം ഐഫോൺ സത്യം പറയട്ടെ വാങ്ങിയിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയല്ല നമ്മളുടെ അങ്ങനെ അപ്പൊ ഞങ്ങൾ ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് മോഡല് ഈ ഐഫോൺ എന്ന് പറഞ്ഞിട്ടില്ല ലെസിക്ക് ഭയങ്കര ഇതാണ് ലെസിക്ക് ഭയങ്കര ഐഫോൺ ഓനക്ക് ഇഷ്ടം ഐഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര ഐഫോൺ എനിക്ക് യൂസ് ആക്കാൻ അറിയില്ല സത്യം പറയാം എനിക്ക് ഇനി പഠിച്ചിട്ടാണോ ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ കണ്ടെന്നല്ലാണ്ട് എന്റെ അനിയത്തിമാരെല്ലാം ഉണ്ട് ഐഫോൺ എന്റെ ബ്രദർ പക്ഷെ ഈ ഐഫോൺ എനിക്കില്ല ബാക്കിലോട്ട് പോകണ്ട എങ്ങനെയാണെന്നറിയില്ല ഓർ എന്തെങ്കിലും ഓപ്പൺ ആക്കിട്ട് ഫോട്ടോ നോക്കാം ഞാൻ ഓരോട് പറയും ഇതൊന്നും പക്ഷെ എനിക്ക് അറിയല സത്യം പറയാം എനിക്ക് അറിയല ഞാൻ ഉപയോഗിച്ചില്ല സാംസങ് ആൻഡ്രോയിഡ് ഫോൺ കുറെ ഉപയോഗിച്ചിന് ഐഫോൺ ഞാൻ ഉപയോഗിച്ചില്ല അപ്പൊ നെസിന്റെ ഏറ്റവും വലിയ സ്വപ്നവും ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ബർത്ത്ഡേക്ക് തരണം ബർത്ത്ഡേ ആകുമ്പോ ഫോട്ടോ എടുക്കാൻ എനിക്ക് വേണം അപ്പൊ ഇപ്പോൾ എന്നെ അത് പൊട്ടിക്കട്ടെ റിവീലാക്കട്ടെ ഞാൻ വീഡിയോ എടുക്കാം നിങ്ങൾ പൊട്ടിച്ചോ എന്താ പറയാ ഞങ്ങൾക്ക് ഇത് അറിഞ്ഞില്ലേ ഏത് സീരിയസ് അറിഞ്ഞില്ലേ സംഭവം അന്നൊന്നും ഞാൻ പറഞ്ഞതും അറിയാത്ത അപ്പൊ നെസിമോളത് പൊട്ടിക്കട്ടെ ഓപ്പൺ ആക്കും ഓക്കെ എൻ്റെ മക്കള് രണ്ടും ഐഫോൺ ഓപ്പൺ ആക്കാൻ പോകുന്നുള്ളത് കയ്യിലുള്ള രസിമാനം കളിച്ച് 15 Pro Max പൊട്ടിക്കുന്നത് പായിട്ട് കടിച്ചിട്ട് ഓപ്പൺ ആക്കേ മാഷാ അല്ലാഹ് ഒരു ഷോർട്സും കൂടി എടുക്കുന്നുണ്ട് റൂം ഫുള്ള് കച്ചറാക്കിട്ട് വെച്ചിപ്പോ റൂം പുറത്തിടാൻ തുറന്നോ ഹലോ പറഞ്ഞു ഓണാക്ക് ആപ്പിൾ വന്നില്ല ഓറഞ്ചാ അപ്പൊ രണ്ട് ഷോർട്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് അല്ല ടേബിൾ കാണണ്ട ടിഷ്യൂ നാറ്റോ കേക്കിന്റെ ഇത് അപ്പൊ സന്തോഷായ ഹാപ്പി ആയ എന്ത് പറയണമെന്ന് അറിയുന്നില്ല അത് ചാർജ് കുത്തണ്ടാവും ഹലോ വരുന്നോ നിങ്ങൾ നെക്കി പിടിച്ചിട്ട് അളക്കണ്ടത് ആപ്പിള് അളക്കുന്ന് എന്താക്കുന്ന് അപ്പൊ അത് വരൂ ഹലോ വരുന്ന
ഇതൊക്കെ അറിയാലോ. അങ്ങനെ ഓപ്പണിംഗ് ബോക്സിന്റെ അതിലെ കണ്ടില്ല അറിയില്ല പിന്നെ. അപ്പൊ അത് ചാർജ് കുത്തും. അത് കുത്താൻ നാല് പിടിച്ചോട്ടല്ല നാ പിടിച്ചില്ല നോക്കൂ ഞങ്ങൾക്ക് ഇങ്ങനെ മിറർ പിക്ചർ എടുക്കാനുള്ളതാണ്. നാ പിടിച്ച ഷോർട്സിൽ കാണിട്ടേ നോക്കട്ടെ. സന്തോഷായ കൈ പിടിക്കില്ല സന്തോഷായ ലവ് യു പപ്പ. അവൻ പപ്പാക്ക് താങ്ക്സ് പറഞ്ഞല്ല. കവർ പൊട്ടിച്ച് കവർ അതിനതൊരു കവറും കൂടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്ത് എന്റെ കവർ എന്ത് കവർ അത്? അപ്പൊ ഈ ക്യാമറ കാണാനുള്ള ഭംഗി നോക്കുക. എന്ത് പറയണമെന്ന് എന്നെ കൊണ്ട് അറിയുന്നില്ല. ലസ്സി ഫുൾ എന്ത് പറയേണ്ടത്? പക്ഷെ കരച്ചിൽ വരുന്നില്ല. സന്തോഷം. പ്ലെയിൻ കവർ പ്ലെയിൻ കവർ. അപ്പൊ ഓക്കെ സെറ്റ് സെറ്റായില്ല. കേബിൾ ഉണ്ട് അതിലൊരു ബുക്ക് ഉണ്ട് ചിഹ്നം പിന്നെ കേബിൾ. ഓക്കെ അപ്പൊ അത് ഈ ബോക്സ് എന്റെ എടുത്തിച്ച് വെക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സന്തോഷായില്ലേ? പിന്നെ എന്ത് പറയണമെന്ന് അറിയുന്ന. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ വളരെ ഹാപ്പിനെസ് എൻഡിങ് ആണ്. ലസ്സിക്ക് ഫുൾ എന്ത് പറയുന്നത് സന്തോഷം. അപ്പൊ ഇതൊന്ന് ഫുള്ള് ഹാപ്പി ആയി. ഫോണിൽ സെറ്റ് ആക്കണം, ചാർജിൽ വെക്കണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ അടുത്ത വീഡിയോ എടുക്കുന്നത്. അപ്പൊ പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ.